പെരുന്നാൾ നമസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? പ്രവാചകർ പള്ളിയിലായിരുന്നോ അതല്ല മുസല്ല പുറത്തുള്ള മൈതാനങ്ങളിലായിരുന്നോ പ്രവാചകർ അത് നിർവഹിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഹദീസിൽ വളരെ വ്യക്തമായ സൂചനകളുണ്ട്. ഫി സഹീഹിൽ ബുഖാരി അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജ് യൗമൽ ഫിത്ർ വൽ അദ്ഹാ ഇലൽ മുസല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും ദിവസങ്ങളിൽ മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു. വഅല്ലഖ ഇബ്നു ഹജർ അലൽ ഹദീസ് ഫിൽ ഫത്ഹി ഖായിലൻ വഫീഹി അൽ ഖുറൂജ് ഇലൽ മുസല്ല ഫിൽ ഈദ് വഅന്ന സ്വലാതഹാ ഫിൽ മസ്ജിദ് ലാ തകൂനു ഇല്ലാ അൻ ദറൂറ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ തഅലീഖായിട്ട് അനുബന്ധമായിട്ട് പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞതിൽ നിന്ന് പ്രവാചകരുടെ നിസ്കാരം പള്ളിയിൽ വെച്ച് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മാത്രമേ പെരുന്നാളിന് നിർവഹിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ പ്രവാചക ചര്യ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ ബാബു ദിക്ർ ഇബാഹത്തി ഖുറൂജി നിസാഇ ഫിൽ ഈദൈൻ ഇലൽ മുസല്ല വശുഹൂദിൽ ഖുത്ബത്തി മുഫാരിഖാത്തിൻ ലിർരിജാൽ. സ്ത്രീകൾക്ക് പെരുന്നാൾ ദിവസം മുസല്ലയിലേക്ക് രണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് ഉള്ള ബാബിൽ സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നു. അതുപോലെ തന്നെ ഖുത്ബയിൽ പങ്കാളികളാകുന്നതിന്റെയും ബാബിൽ പറയുന്നു. അൻ ഉമ്മി അത്തിയ എന്നുള്ള ഹദീസ്, ഉമ്മു അത്തിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാലത്ത് കുന്ന നുഅ്മർ ബിൽ ഖുറൂജ് ഫിൽ ഈദൈൻ വൽ മുഖബ്ബഅത്ത് വൽ ബിക്ർ ഖാലത്തിൽ ഹയ്യദ് യഖ്റുജ്ന ഫയകുന്ന ഖൽഫൻ നാസ് യുകബ്ബിർന മഅൻ നാസ്. പെരുന്നാൾ ദിവസങ്ങളിൽ ഞങ്ങൾ ഈദ്ഗാഹുകളിലേക്ക് അതല്ലെങ്കിൽ കന്യകമാരെയും ഹൈദുള്ളവരെയും എല്ലാം കൂട്ടി ഈദ് നമസ്കാരത്തിലേക്ക് പുറപ്പെടാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നതായ ആശയം വരുന്നതായ ഹദീസ് ഉമ്മു അത്തിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഹദീസ് പറഞ്ഞ ബാബ് അധ്യായത്തിന്റെ പേര് സ്ത്രീകൾക്ക് പെരുന്നാൾ ദിവസങ്ങളിൽ മുസല്ലയിലേക്ക് പുറപ്പെടൽ അനുവദനീയമാണ് എന്ന് പറയുന്നതായ അധ്യായത്തിലാണ് ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ പെരുന്നാൾ നമസ്കാരം നിർബന്ധിത സാഹചര്യങ്ങളിൽ പള്ളിയിൽ വെച്ച് ആവാം, മഴ പോലുള്ള സന്ദർഭങ്ങളിൽ പെരുന്നാൾ നമസ്കാരം പള്ളികളിൽ വെച്ച് ആവാം എന്നുള്ളതാണ്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലെല്ലാം തുറസായ മൈതാനം പോലെയുള്ള പൊതുവായ ഈദ്ഗാഹുകളിലേക്കാണ് പുറപ്പെടേണ്ടത് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം.